പത്മേ വാ വാ നില്ലോടെ നിക്കടാ നിക്ക എടി ഓടി പിടിക്കടാ നിക്കടാ നിക്കാൻ അവിടെ നിക്കടാ ചേട്ടാ നീ എത്ര കോടതിയിലെത്തണം പോ ചേട്ടാ പോയി രക്ഷപ്പെട്ടു പോ പത്മേ പൊക്കോ നിക്കടി നിക്കടി അവന്മാരവളെ പിടിക്കാൻ പോകുമ്പോ അവൾ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ബോധം പോയി. അവളുടെ ആ നിലവിളി ഇപ്പോഴും എൻ്റെ കാതിൽ. അമ്മാടി കരയല്ലേ അമ്മാടി പ്ലീസ്. കരയില്ലേ പോട്ടെ. ആഹാ അമ്പാടിക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ആള് ഫിസിക്കലി ഓക്കെയാണ്, പക്ഷേ മെന്റലി അറിയാം. ആ ഷോക്കിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് സമയമെടുക്കും. പത്മയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാർ, എനിക്ക് അവളെ ഒന്ന് കാണണം അവസാനമായിട്ട്. അവളെ ഞാനാ കൊലയ്ക്ക് കൊടുത്ത്. എനിക്ക് അവളെ ഒന്ന് കാണണം സാറേ. നിങ്ങളൊന്ന് പുറത്തു വരൂ. പത്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ബോഡി എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അറിയാലോ, ട്രെയിൻ ഇടിച്ച കേസുകളിൽ ബോഡി ചിന്നിച്ചിതറിപ്പോവും. അപ്പൊ പിന്നെ മനസ്സിലായി സാർ. പക്ഷേ ഇതെങ്ങനെ അമ്പാടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പിടികിട്ടാത്ത? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ അയാളോട് സാവകാശത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ മാനസികമായി പരുവപ്പെടുത്തിയെടുക്കുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതേ ചെയ്യാൻ കഴിയൂ. വക്കീല് പറഞ്ഞ വിവരങ്ങൾ വെച്ച് പത്മയുടെ ബന്ധുവിന്റെ വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇടുക്കി SP ഓഫീസിന് കൈമാറിയിരുന്നു. അവരാളെ കണ്ടെത്തി. അത്യാവശ്യം പ്രായമായ ഒരു സ്ത്രീയാ.
അവരിങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എത്തിയാൽ ഉടനെ ബോഡി ഹാൻഡ് ഓവർ ചെയ്യാന്ന് കരുതുന്നു. ഏതായാലും അവരെത്തുന്നവരെ സമയമുണ്ട്. അതുവരേക്കും നിങ്ങളൊന്ന് അമ്പാടിയെ മാനേജ് ചെയ്യ്. ഞാൻ വിളിക്കാം. ഓക്കെ സർ. ഡോ പടോ. അഞ്ജലി, എന്താ? അല്ല, ഈ വിവരങ്ങളെല്ലാം അമ്പാടി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന ആലോചിക്കുമ്പോ പാവം ആദ്യത്തെ പ്രണയം തന്നെ ദുരന്തമാവുമ്പോ അതൊരു സഹിക്കാനാവാത്ത നോവ. എന്താടോ, എന്തുപറ്റി? താൻ എന്തിനാ രാവിലെ തന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയണം. അതെന്താടോ രാഘവ അങ്ങനെ? ഇതിനു മുൻപ് ഞാൻ തന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുള്ള മട്ടിലാണല്ലോ തന്റെ ഈ ചോദ്യം. കഴിഞ്ഞ കാര്യം വിട്. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചതിന് സമാധാനം പറയും. താൻ എന്നോട് ഒന്നും ഒളിച്ചു വെക്കാതെ ഉള്ളതുപോലെ പറയും. ദയ കിടക്കുന്നു പിന്നെ. ആട്ടെ, തനിക്കിപ്പൊ എന്താണ് അറിയേണ്ടത്? താൻ സസ്പെൻസ് ഇട്ട് കളിക്കാതെ ഇങ്ങോട്ടൊന്ന് മൊഴിയ്. എടോ, നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന് ഒന്നും രണ്ടുമല്ല, പതിറ്റാണ്ടുകളുടെ പഴക്കം. ഞാനറിയാതെ താനോ താനറിയാതെ ഞാനോ ഒരിടപാടുകളും നാളിതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോ താൻ എന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചില കരുക്കൾ നീക്കുന്നു എന്ന് കേട്ടപ്പോ ഓ തേങ്ങാ കൊല. എടോ, ഞാൻ എന്ത് ചെയ്തു താനീ പറയുന്നേ? വേണ്ട, എന്നോട് താനൊന്നും വിളിക്കണ്ട. എടോ, ആ പത്മയെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ എറിഞ്ഞത് താനും തന്റെ മകൻ കാർത്തിക്കും ചേർന്നല്ലേ? അതും അവന്റെ അഡ്വക്കറ്റായ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ. കൊല്ലാനോ? എടോ 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 രാഘവ, താൻ എന്ത് അസംബന്ധമാടോ ഈ പറയുന്നേ? എടോ, അങ്ങനെ വല്ല നീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നോട് പറയാതിരിക്കൂ. തനിക്കിത് എന്താണോ രാഘവ, സമനില തെറ്റിയതുപോലെ? അല്ല, ആരാ തന്നോട് ഈ ന്യൂസ് എഴുന്നള്ളിച്ചത്? എടോ, ആരാ ആള്? അനുപമ. അവളാ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. അങ്കിൾ എന്നെ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞത് 100% സത്യം. പക്ഷേ എന്താ ഒരു പക്ഷേ? അഞ്ജലിയും പത്മയും സൂത്രത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഞാൻ കാർത്തിക്കിനോട് കാവ്യയോട് ആവശ്യപ്പെട്ടുള്ളൂ. ആരെയും കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരിലൊരാളാണ് അത് ചെയ്തതെങ്കിലോ? ഇല്ല 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 എടോ, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എടോ, താൻ അറിയാതെ ഞാൻ ഇങ്ങനെ ഒരു ക്രൈമിന് കൂട്ടു നിൽക്കുന്നു തനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടോ. എടോ, ചെയ്യില്ല ഞാൻ. താൻ ചെയ്യില്ലായിരിക്കാം. പക്ഷേ അനുപം അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട്. എടോ, തന്നെ ഇരുട്ടത്ത് നിർത്തി തന്റെ മകൻ ഇതിലൊരു ഡബിൾ ഗെയിം കളിക്കുകയാണോ എന്ന് പറഞ്ഞ? നമ്മൾ രണ്ടുപേരെയും സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് കാർത്തിക് നടത്തിയ കളിയാണോ ഇതിന്റെ പിന്നിലെന്ന് ഞാൻ സംശയിക്കുന്നു. ഇനിയിപ്പോ കാർത്തിക് അല്ലെങ്കിൽ കാവ്യ, രണ്ടിലൊരാ. നോ, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ല, സംഭവിച്ചു കഴിഞ്ഞു. താറാക്കുഞ്ഞിനെ ആരും നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. കാർത്തിക്കിന്റെ അച്ഛൻ ആരാ മോൻ? ഗോവിന്ദ, വേണ്ട. നിന്നെ ആരെയും ഇപ്പൊ അങ്ങോട്ട് ക്ഷണിച്ചത്? അയ്യോ, എന്നെ ആരും ക്ഷണിച്ചതല്ലേ. ഈ ഉള്ളവനും പെമ്പറന്നോത്തിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ക്രിമിനൽ വൈറ്റ് വാഷിംഗ് കണ്ടപ്പോ അറിയാതെ ഒരു അഭിപ്രായം പറഞ്ഞു പോയതാ. ഏത് ക്രിമിനൽ? എന്ത് വൈറ്റ് വാഷിംഗ്?
ദേ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്കൂ ഗോവിന്ദ. ഞാൻ പൊക്കോളാം. പക്ഷേ ഒരു കാര്യം കേട്ടോ ഓർത്തോ, ശംഖുചക്രം തറവാട്ടിലെ അഡ്വക്കേറ്റ് രാഘവനുണ്ണി കണ്ണടച്ചാലേ രാഘവനുണ്ണിക്ക് മാത്രമേ ഇരുട്ടാവൂ, ലോകം മുഴുവൻ ഇരുട്ടാവൂന്ന് രാഘവനുണ്ണി വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഗോവിന്ദ, തനിക്ക് എന്താണോ എന്നോട് എന്റെ ചെറുക്കനോട് ഇത്രയ്ക്ക് വിരോധം? എനിക്കെന്ത് വിരോധം? ഒരു വിരോധവും ഇല്ല. എനിക്ക് നിങ്ങളുടെ സത്പുത്രനോടുള്ളത് വെറുപ്പാണ്, വെറുപ്പ് മാത്രം. ഞങ്ങൾക്ക് മാത്രമല്ല, കുറുപ്പേട്ടന്റെ പുന്നാരമോൻ കാർത്തിക് ആരാണെന്നും അവന്റെ കയ്യിലിരിപ്പ് എന്താണെന്നും ഈ നാട്ടിലെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും അച്ഛനമ്മമാർക്കറിയാം. അവർക്കും ഇതൊക്കെ തന്നെയാ പറയാനുള്ളത്. നിങ്ങൾക്കറിയോ, അവൻ കളിച്ച് ഞങ്ങളുടെ ഈ വീട്ടിൽ കയറി കളിച്ചു തുടങ്ങിയപ്പോഴാ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത്. ഗോവിന്ദേട്ട വന്നേ, ഇങ്ങ് വന്നേ. ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട, ഇങ്ങ് വാ. എടോ കുറുപ്പേ, ആ ഗോവിന്ദൻ പറഞ്ഞത് താൻ കാര്യമാക്കണ്ട. പക്ഷേ ഞാൻ പറഞ്ഞത് താൻ സീരിയസ് ആയിട്ട് എടുക്കണം. പത്മ കേസിന്റെ ഉള്ളുകളികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആർക്കും ക്ലീൻ ചീറ്റ് കൊടുത്ത് മാറ്റി നിർത്താനാവില്ലെന്നർത്ഥം. അതിപ്പോ തന്റെ മോനായാലും മോളായാലും അങ്ങനെ തന്നെ. രാഘവ? യെസ്, രാഘവൻ തന്നെ. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ആ ജാഫറിന് പകരം ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് CI നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഓഫീസറാണ്. ഒരു വെട്ടക്ക് ടൈപ്പായത്, ജാഫറിനേക്കാൾ കുഴപ്പക്കാരൻ. അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ MP ആയ താൻ നാളെ ഗവർണറല്ല, ജയിൽ പുള്ളിയാണ്. മോന്റെ ക്രൈമിന് കൂട്ടുനിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അച്ഛാ, നന്ദകുമാർ സാർ മോർച്ചറിയിലേക്ക് പോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്മയുടെ ബോഡി അവിടെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആദ്യം ബോഡി ഒന്ന് കൊണ്ടുവരട്ടെ, എന്നിട്ട് മതി കരച്ചിലും പിഴിച്ചിലൊക്കെ. അമ്പാടി, ഇരിക്കാൻ കസേര എടുക്കണോ? വേണ്ട. എടാ നോക്കടാ, പത്മ വന്നടാ. അമ്പാടിയെ കാണാൻ. അമ്പാടിയുടെ പത്മ വന്നടാ. എന്റെ ഹനുമാൻ സ്വാമി, കൺമുന്നിൽ എപ്പോഴും ചിരിച്ചും ചിരിപ്പിച്ചും ഓടി നടന്ന പെണ്ണ. ആ
അതിനെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ എന്റെ ഈശ്വര. ഇതും കൂടെ നരിഞ്ഞേക്ക് കഴിഞ്ഞില്ലേ ഇതുവരെ? പോടിയോ. പത്മ, മുളക് കഴിച്ചോ? വേണ്ട, അങ്ങനെ കാണാൻ വേണ്ടി ഒന്നും ബാക്കിയില്ല. ഇങ്ങനെ തുന്നി കെട്ടി കൊണ്ടുവരാനാണോടി മോളെ നീ ഇവളെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്? ഇങ്ങനെ തുന്നി കെട്ടി കൊണ്ടുവരാനാണോടി മോളെ നീ ഇവളെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്? നിന്റെ പിറന്നാളിന് സമ്മാനിക്കാൻ വേണ്ടി അരിച്ച് വാങ്ങിച്ചു വെച്ചിരുന്നത്. പക്ഷെ നിനക്ക് എങ്ങനെ തരാനായി പോയി യോഗം? ഹാപ്പി ബർത്ത്ഡേ പത്മ. കുഞ്ഞ് എവിടെ? എന്റെ കൊച്ചെവിടെ? അവിടെ ഉണ്ട്. അയ്യോ എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നെ,
എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നു കൊച്ചെ, എഴുന്നേക്കടി. എന്റെ പൊന്നുമോളെ, എഴുന്നേക്കടി പൊന്നെ. എന്റെ മക്കളെ, എന്റെ മക്കളെ. അയ്യോ എന്റെ ദൈവമേ, നിന്നെ കാണാൻ വന്നടി കുഞ്ഞുത്തള്ള. എഴുന്നേക്ക് പൊന്നെ. നോ, ബോഡി പിടിച്ച് ഉലയ്ക്കരുത്. മുഴുവൻ തുന്നിക്കെട്ടി വച്ചിരിക്കുക. ഒടുവിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. എന്റെ പപ്പി കൊച്ച് എഴുന്നേക്കുന്നില്ലല്ലോ സാറേ. അവള് മരിച്ചെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ല സാറേ. അയ്യോ, ഈ കുഞ്ഞിത്തള്ള വിളിച്ചല്ല എന്റെ കുഞ്ഞിങ്ങനെ എഴുന്നേക്കാതിരിക്കാത്തതാ. അവളാ ഇങ്ങനെ കിടക്കുന്നത്. അയ്യോ എന്റെ മോളെ, എന്റെ ദൈവമേ. പത്മയുടെ അച്ഛൻ പെങ്ങളാ അമ്മായി. അവള് മരിച്ചു, അവള് മരിച്ചു. എന്റെ പൊന്നു പോയി സാറേ. ഈ കുഞ്ഞിക്ക് കൂര പണിയാ വേലയ്ക്ക് പോയ മോള് അവിടെ തന്നയുടെ തള്ളയുടെ അടുത്തേക്ക് പോയി സാറേ. അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കോ? അമ്മ, അമ്മ, ഞാൻ അഞ്ജലി. പത്മയുടെ കേസ് നടത്തിയ വക്കീല് ഞാനാ. അപ്പോ പിന്നെ പത്മയെ തീർത്തത് ആര്? അതാണ് എന്റെ ചോദ്യം. ഒരുപക്ഷെ ഇവരെ മുമ്പിൽ നിർത്തിയിട്ട് അനുപമയാണ് ഈ കൊല ചെയ്തെങ്കിലോ? ഏതായാലും ദഹനം നടന്നില്ലല്ലോ. ഈ കിടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പത്മകുമാരി ആകണമെന്നില്ല.